ശബരിമല സന്നിധാനത്ത് അരവണ വിതരണം ഇന്നലെ രാത്രിയോടെ തന്നെ പുനരാരംഭിച്ചു. ഏലയ്ക്ക ഇല്ലാതെയാണ് അരവണ നൽകുന്നത്. അരവണ നൽകുന്നതിൽ നിയന്ത്രണങ്ങളൊന്നുമില്ലാതെയാണ് അരവണ ഭക്തർക്ക് ലഭ്യമാക്കുന്നത്. ശബരിമല സന്നിധാനത്ത് നിന്നും ഡി ബിനോയ് തയ്യാറാക്കിയ റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം 5 മണിയോടുകൂടിയാണ് ശബരിമല സന്നിധാനത്തെ അരവണ വിതരണത്തിന് നിയന്ത്രണമുണ്ടായത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം തൽക്കാലം നിർത്തിവെക്കുകയായിരുന്നു. ഏകദേശം 6.5 ലക്ഷം ടിന്ന് അരവണയാണ് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കണ്ടുകെട്ടി പ്രത്യേക ഗോഡൌണിലേക്ക് മാറ്റിയത്. അതിനുശേഷം ഏലക്ക ഒഴിവാക്കിക്കൊണ്ട്, അതായത് ഗുണനിലവാരമില്ലാത്ത, ഹൈക്കോടതി കണ്ടെത്തിയ ഗുണനിലവാരമില്ലാത്ത ഏലക്ക ഒഴിവാക്കിക്കൊണ്ട് പ്രത്യേക കൂട്ട് തയ്യാറാക്കി 2 മണിക്കൂറിന് ശേഷം വീണ്ടും അരവണ വിതരണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ശബരിമല സന്നിധാനത്ത് അരവണ വാങ്ങുന്നതിന് വേണ്ടി നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. കാരണം വളരെ കുറച്ച് കൗണ്ടറുകൾ മാത്രമാണ് ഇപ്പോൾ അരവണ വിതരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. സാധാരണഗതിയിൽ മാളികപ്പുറം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അരവണ വിതരണത്തിൻ്റെ കൗണ്ടറുകൾ പ്രവർത്തിക്കുകയാണ് പതിവ്. നിലവിലെ കണക്കനുസരിച്ച് ഏകദേശം ഒരു ദിവസം, അതായത് പുതിയ അരവണ കൂട്ടി തുടങ്ങിയിരിക്കുന്നതനുസരിച്ച് 2,40,000 ടിൻ അരവണ മാത്രമേ ഒരു ദിവസം തയ്യാറാക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അരവണ വിതരണത്തിൽ ചെറിയ നിയന്ത്രണങ്ങളുണ്ടാകും. എന്നാൽ തീർത്ഥാടകർക്ക് അരവണ നൽകുന്ന കാര്യത്തിൽ നിയന്ത്രണങ്ങൾ ഒന്നും തന്നെയില്ല. കൗണ്ടറുകൾ തുറക്കുന്ന കാര്യത്തിലാണ് നിയന്ത്രണം. തിരുവാഭരണ ഘോഷയാത്ര ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി പന്തളത്ത് നിന്ന് പുറപ്പെടും. ഇതിനുള്ള ഒരുക്കങ്ങൾ പന്തളത്ത് പുരോഗമിച്ചു വരികയാണ്. രാവിലെ തന്നെ പന്തളം വലിയ കോയിക്കൽ കൊട്ടാരത്തിൽ നിന്നും തിരുവാഭരണങ്ങൾ വലിയ കോയിക്കൽ ക്ഷേത്രത്തിലേക്ക് മാറ്റി അവിടെ ദർശനമുണ്ടാവും. ദർശനത്തിന് ശേഷം 1 മണിയോടുകൂടി പ്രത്യേക പൂജകൾ കഴിഞ്ഞാണ് തിരുവാഭരണങ്ങൾ പ്രത്യേക പേടകത്തിലാക്കി ഘോഷയാത്രയായി ശബരിമല സന്നിധാനത്തേക്ക് തിരിക്കുക. 14-ാം തീയതി മകരവിളക്ക് ദിവസം ഏകദേശം വൈകുന്നേരം 6 മണിയോടുകൂടി ശരംകുത്തിയിൽ തിരുവാഭരണ ഘോഷയാത്ര എത്തിച്ചേരും. അന്ന് വൈകിട്ടാണ് മകരവിളക്കും തുടർന്ന് മകരസംഗമ പൂജയും നടക്കുക. അതുകൊണ്ട് തന്നെ കർശനമായ നിയന്ത്രണങ്ങളുമായി മുന്നോട്ട് പോകാനാണ് പോലീസിന്റെ തീരുമാനം. മകരവിളക്ക് ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം തീർത്ഥാടകരെ പമ്പയിൽ നിന്നും ശബരിമല സന്നിധാനത്തേക്ക് കടത്തിവിടാൻ സാധ്യതകൾ ഇല്ല, അല്ലെങ്കിൽ കടത്തിവിടില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ദിവസം ഞായറാഴ്ച രാവിലെ 3 മണിക്കായിരിക്കും പിന്നീട് തീർത്ഥാടകരെ ശബരിമല സന്നിധാനത്തേക്ക് പമ്പയിൽ നിന്നും കടത്തിവിടുക. അതുപോലെ തന്നെ തീർത്ഥാടകർക്ക് തങ്ങുന്നതിന് വേണ്ടി ഇടത്താവളങ്ങളുണ്ട്. ഇടത്താവളങ്ങളിൽ തങ്ങുന്നതിനുള്ള അവസരമുണ്ട്. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് പ്രത്യേക സ്ഥലങ്ങളുണ്ടാവും. ഇത്തരത്തിൽ വലിയ ക്രമീകരണങ്ങളാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. പമ്പയിൽ KSRTC ബസ്സുകൾക്ക് മാത്രമായിരിക്കും പ്രവേശനം. സ്വകാര്യ വാഹനങ്ങൾക്ക് പ്രവേശനം ഉണ്ടാകില്ല. എരുമേലിയിൽ പേട്ട തുള്ളിയ സംഘങ്ങൾ പരമ്പരാഗത കാനനപാതയിലൂടെ ശബരിമല സന്നിധാനത്തേക്കുള്ള യാത്ര തുടരുകയാണ്. ശബരിമല സന്നിധാനത്ത് നിന്നും സബിൻ ചെത്തിയിലും അനന്തൂനുമൊപ്പം ഡി ബിനോയ്, കേരള വിഷൻ ന്യൂസ്.